ഈ വിനയമില്ലാത്ത അഹങ്കാരം നിറഞ്ഞ ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. വിനയമുള്ളവർക്കും പലപ്പോഴും ഞങ്ങൾ ഭയങ്കര വിനയമുള്ളവരാണെന്ന് മനസ്സിലാവില്ല. ഈ വിനയവും അഹങ്കാരവും എന്ന് പറയുന്നത് നമ്മൾക്ക് നേരിട്ട് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ അഹങ്കാരികളാണെന്ന് അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല. വചനത്തിൽ പറയുന്നു, ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്, വിനയം ബഹുമതിയുടെ മുന്നോടിയും. വിനയം പരിശീലിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് അത്ര എളുപ്പത്തിൽ അത്ര പ്രായോഗികമായിട്ട് പറഞ്ഞു കൊടുക്കാൻ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നീ വിനയമുള്ള ആളായിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പോയാൽ ആളുകൾക്ക് ഇവൻ അഭിനയിക്കുകയാണ്, ഇവൻ കള്ളത്തരം കാണിക്കുകയാണ്, ഇവന് ഒരു അമിതമായ വിനയമാണുള്ളത്, ഇവനെ സൂക്ഷിക്കണമെന്ന് ആളുകൾ വിചാരിക്കും. നീ അങ്ങനെയൊക്കെ പറയുമ്പോൾ നീ ഭയങ്കര അഹങ്കാരിയായിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ അഹങ്കാരം എന്ന് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ് ആയിരിക്കും, നമ്മൾ മനസ്സിലാക്കുന്ന വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്ത് ഉപദേശിപ്പിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നണില്ല, എനിക്ക് തോന്നണില്ല. മറിച്ച് ഈ അഹങ്കാരം മാറ്റാനും വിനയം കൂടുതൽ ഉണ്ടാക്കാനും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സെൽഫ് കോൺഷ്യസ്നെസ്സിലേക്ക് വരണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു ആത്മശോധന ചെയ്യുക എന്നുള്ളത്. ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ തന്നെ എടുത്ത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് എന്റെ അഹങ്കാരം കുറയ്ക്കാൻ സാധിക്കുന്നതും വിനയം കൂട്ടാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞു തരുന്നതിലൂടെ അത്ര എളുപ്പമല്ല. തിരിച്ചറിയാൻ പറ്റട്ടെ. വിനയമുള്ളവരാകാൻ, കൂടുതൽ ബഹുമതിയുള്ളവരാകാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.